യാത്രയായിരിക്കാനുള്ള വിവിധ നേതൃത്വത്തിൽ എല്ലാവരുടെയും പേരുള്ള പ്രാർത്ഥനയും അനുശോചനവും കുടുംബാംഗങ്ങളെയും മക്കളെയും ക്രിസ്മക്കളെയും എല്ലാം എതിർക്കാരെ അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട 4 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കുടുംബങ്ങളുടെ ശ്രമിക്കാനൊക്കെ സാധിച്ചു വായിച്ചു കൊടുത്തു. അതോടൊപ്പം കാലഘട്ടം പ്രവർത്തിച്ച ശരിയായിട്ടുള്ള കൃത്യമായ ഉത്തരവുകളിലേക്ക് ശ്രമിക്കുകയാണല്ലോ. നാട്ടുമാർക്കും സമർപ്പിക്കും. ഇക്കാലഘട്ടത്തിൽ ശിവാലയത്തേക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ഈ കൂടുതലായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമില്ലാതെ വലിയ സന്തോഷത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ സാധിക്കുന്ന സ്വന്തം ലഭിക്കണമെന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രേമിക്കുകയും ദൈവത്തിന്റെ സന്തോഷങ്ങളെ പ്രേമിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ സൗഭാഗ്യങ്ങളുടെ സഹോദരങ്ങൾ ആളുകളിലേക്ക് പ്രവേശിപ്പിക്കുന്ന യാതൊരു സംശയവുമില്ല. മാനസികമായ കുറവുകളൊക്കെ നമുക്കെല്ലാവർക്കും തീർച്ചയായും ഇതിനെക്കുറിച്ച് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല, നല്ലതായ ദൈവം കാര്യങ്ങളോടെ ശ്രമിക്കുകയും അവിടുത്തെ കുറിച്ച് നടത്തുന്ന രക്ഷ നൽകുകയും ചെയ്യുന്നതാണ് ഉറപ്പ് വിശ്വസിക്കാം. ഓരോരുത്തരുടെയും പ്രാർത്ഥനയും തീർച്ചയായും പുരാണങ്ങളും ഉപവാസങ്ങളുമെല്ലാം ഉപകാരപ്പെടുന്നതാകുമെന്ന് അപ്പോൾ ഇതിൽ നിന്ന് താല്പര്യമായിട്ട് വായിക്കപ്പെടുന്ന കാര്യമാണ്. ഓരോ സംസ്ഥാന സ്വത്തും പങ്കെടുക്കുമ്പോഴും മഹോന്നതങ്ങളും ദൈവം സമ്മാനിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ദൈവമായി ജീവിക്കാൻ വേണ്ടി ഈ അവസാന മുഹൂർത്തങ്ങളില് നിമിഷങ്ങളില് ഇന്നത്തെ നമ്മളെയും വാഹനപ്പെടുത്തുന്നു എന്നുള്ളതായും കൂടി ഈ സമയത്ത് നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. ഉണ്ടാകുന്ന അനുസരണവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഇവരുടെ പേരിലുള്ള അനുസരണവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ ജീവപ്പെട്ട വഴിയായി കുടുംബാംഗങ്ങളും നിങ്ങളോട് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആത്മാവിന്റെയും നാമത്തിലും സുഹൃത്തുക്കളുടെയും പരിമളത്തിലൂടെയും നായകമായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങൾ ഭാവപ്രദമായി സന്നദ്ധീകരണം ആസ്വദിക്കണമേ. എല്ലാവരുടെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം കർത്താവേ,
ആരാധിക്കുകയും കാരുണ്യത്തെ പൊഴുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിലെയും നാഥനുമാകുന്നു. ആത്മാവായ സർവേശ്വരായ നീക്കും സ്ഥലവുമായി തീരുന്നു. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികാരിക്കുകയും ചെയ്യുന്ന കർത്താവേ, ജനങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഹിന്ദുദാസന്റെ ആത്മാവെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്ത് വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസന് വരമെന്നരുളേണം. തിരുനാഥൻ ദൃഢമായ വിശ്വാസം എത്തേക്കും മനുജനുകൾ അന്തിമ ദിവസം പേരും വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിന്റെ വിധാരാളെ നൽകണമേ പുനരുദ്ധാരം പരിശുദ്ധന്മാരാകുക ചേർക്കണമെന്നെയും അഖിലേശ രക്ഷകനായ ദൈവമേ, രാവും പ്രവർത്തനമായി പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ ജീവിതത്തിലേക്ക്
മനുഷ്യനായതുകൊണ്ട് വിജയമാകാനുള്ള അധികാരവും അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കേണ്ട നിങ്ങളുടെ കലവയുള്ളവർ സത്യങ്ങളും സമയങ്ങളും അപ്പോൾ നന്മയോടും ജീവിതവും ചിന്ത ചെയ്ത് വിദ്യയുടെ ഉയർത്തുവാൻ പുറത്തു വരും. മരണം വരുമൊരു നാളോർത്തുകമത്യാനി കൂടെ പോലും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയും
വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമ്മൾ വാഹനത്തിലേക്ക് പോവുകയാണ്. വാഹനങ്ങളിലാണ് പോകുന്നത്. അവന്റെ വാഹനങ്ങൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുകിടത്തു പോകുന്നു. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശികാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. ദൈവിക ഭവനം പോകും നേരം സ്നേഹാത്മകയാ എൻ പ്രിയ ജനമേ, അനുദിന ബലിവോ ഓർക്കണമെന്നേ. ആഡംബരവും പ്രൗഢിയുമല്ല നാശോന്മുഖമായി നിഷ്പ്രഭമാവും പോകുന്നു ഞാൻ ലയമീയനാത്തോ ഉന്നതമോസ്ലേം പ്രാപിപ്പതിനാ. എല്ലാ അധികാരികളുടെയും അധികാരികളുണ്ട്. മാസ്റ്ററുടെയും അധികാരികളുടെയും ഗുജറാത്തികളുടെയും പാകിസ്ഥാനിന്റെയും മണലിന്റെയും ജനങ്ങളും കൂടി ഈ സമയത്ത് അറിയിക്കുകയും പ്രാർത്ഥന നിർവഹിക്കുകയും പ്രിയപ്പെട്ടവരെ അവരെ നിരാശരാക്കാതെ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും സാധനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
ും
ലോകത്തെ ആഗമനവരെ വിശ്രമം നൽകേണ്ട കൗടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വേണ്ടതാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവിടം നീ പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ആദ്യം മുതൽ നയിക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്വം പോലെ നിന്നെ പ്രസാദിപ്പിക്കുവാനാകട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ചെയ്ത സ്ഥലത്തിനെ നാഥനായ ദൈവം സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മരിച്ചവരെ അർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യം വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യം
ചിരമഹിമാവിൽ മിന്നി വിളങ്ങും ഭാഗ്യം വലിയ നിരക്കായ ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നിതു കേൾക്കും മനുഷ്യന് ഭാഗ്യം ദൈവമേ, പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിന്നോട് ഞാൻ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നദ്ധിയിൽ ഞാൻ നന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അനുഗ്രഹിക്കണമേ. സർവ്വനാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമായ ദോഷത്തിലേക്ക് ഈ സഹോദരനെ പ്രവേശിക്കുവാനാകട്ടെ. അകത്തെ അനുഗമിക്കുകയും ഈ പ്രശ്നക്കാരുടെ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപാതന്ത്രങ്ങൾ വസിക്കുകയും അതിന്റെ കാരണങ്ങളെ നിത്യം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നീ ഒന്നും ഇങ്ങോട്ട് ചെറുതായിട്ട് കൊടുക്കാം. നീ തിരിച്ചു